ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മാർച്ച് മാസം 1 മുതൽ 4 വരെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സിബിഷനായ ഇലക്ട്രിക് വേൾഡ് 2024 വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഇലക്ട്രിക് പാനൽ ബോർഡിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 3 കമ്പനിയുടെ സ്റ്റാളുകൾ പാനൽ ബോർഡുമായി ബന്ധപ്പെട്ട് ഈ എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. ഒന്ന് ശില്പ ഇലക്ട്രിക്കൽസ് ആയിരുന്നു. അവർ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. എനിക്കതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവരെ സംബന്ധിച്ച് കളക്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കയറുമ്പോഴവിടെ തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കയറിയത് പവർ ഇന്ത്യ എന്ന കമ്പനിയുടേതായിരുന്നു. പവർ ഇന്ത്യ പാനലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട പവർ ഇന്ത്യയുടെ ഓണർ ശ്രീ സുനിൽ അതെല്ലാം എന്നോട് വിശദീകരിക്കുകയുണ്ടായി. സാധാരണ നമ്മൾ ഫാബ്രിക്കേഷൻ ചെയ്യുന്നത് വെൽഡഡായിട്ടാണ്, മിക്കവാറും എല്ലാ ആൾക്കാരും ചെയ്യുന്നത് വെൽഡഡായിട്ടാണ്. ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഇവർ വെൽഡ് ചെയ്തല്ല ഈ പാനലുകൾ ഉണ്ടാക്കുന്നത്. അത് നട്ട് ആൻഡ് ബോൾട്ടാണ് കംപ്ലീറ്റ്. അവർ ഓട്ടോകാഡിൽ ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് ലേസർ കട്ടിങ്ങിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രയും ഷാർപ്പായിട്ട് അവർക്ക് ഓരോ ഹോളും കറക്റ്റായിട്ട് കിട്ടും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ ഈ പൗഡർ കോട്ടിങ്ങൊക്കെ നമ്മൾ ഈ വലിയൊരു ഒറ്റ പീസായിട്ടൊക്കെ ചെയ്യുമ്പോൾ പൗഡർ കോട്ടിങ്ങൊക്കെ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരും. ഇത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും അവർക്ക് ചെയ്യുവാനായിട്ട്. പൗഡർ കോട്ടിങ്ങിനൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും എന്നവർ പറയുന്നുണ്ട്. അതുപോലെ സപ്പോസ് ഒരു സ്വിച്ച് ഔട്ട്ലെറ്റ്, ഒരു MCCB ഔട്ട്ലെറ്റൊക്കെ നമ്മൾ സാധാരണ ഒരു പാനൽ വെൽഡഡ് പാനലാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ഹോളിട്ട് നമുക്ക് പുറത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പം ചെറിയൊരു അലൈൻമെൻറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഇത് ഒരു ഓട്ടോകാഡിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് ഷീറ്റ്, സെൻറ്റർ ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റ്, അങ്ങനെ 3 ലെയറായിട്ടാണ് അവർ ഈ ഓട്ടോകാഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഹോൾസൊക്കെ ഇടുന്നതൊക്കെ വളരെ ഷാർപ്പായിട്ട് കിട്ടും, എക്സ്റ്റൻഡറൊക്കെ കറക്റ്റായിട്ട് വരുമെന്നാണ് ഇവർ പറയുന്നത്. ഈ പാനലിൻ്റെ ഡോറിൽ സാധാരണ നമ്മൾ ഡോർ എർത്തിങ് വേണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഇതിലെ ഒരു ഡോറിൽ അവർ സ്റ്റഡ് വെൽഡിംഗ് ആണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മാത്രമാണ് അതിൻ്റെ അകത്ത് വെൽഡിംഗ് ആയിട്ട് വരുന്നത്. ഇതിൽ നട്ട് ആൻഡ് ബോൾട്ട് ആണെങ്കിലും ശരിക്കും നമ്മൾ പാനൽ മൊത്തമായിട്ടും എർത്തഡ് ആകണമല്ലോ. ഇതിൻ്റെ സ്വിച്ച് ഔട്ട്ലെറ്റ്സും ഇതെല്ലാം കറക്റ്റായിട്ട് എർത്തഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ അവർ എർത്തിങ് ഒക്കെ വളരെ പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രത്യേക ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ച് ഔട്ട്ലെറ്റ്സ് എല്ലാം ഈ പറയുന്ന അതിൻ്റെ മെയിൻ എർത്തിങ് കണ്ടക്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരുടെ പാനലുകൾ IP42 IP54 എന്ന് പറയുമ്പം അതിൻ്റെ അകത്തൊരു വാട്ടർ കട്ടിങ് പ്രൊവിഷനും കൂടെ ഉണ്ട്. IP54 പ്രൊട്ടക്ഷനും കൂടെ ഉള്ള പാനലുകളാണ് അവർക്കുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, ഇതിൽ ഉപയോഗിക്കുന്ന നട്ടും ബോൾട്ടും ഒക്കെ ഏറ്റവും ഹൈ ക്വാളിറ്റി SS ഫാസ്റ്റ്നേഴ്സ് എന്ന പ്രോഡക്റ്റാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തുരുമ്പെടുക്കുമെന്ന് ഒരു പേടിയേ വേണ്ട. ഇത് സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ സുനിലുമായി ദയവായി ബന്ധപ്പെടുക. സുനിലിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ അവരുടെ ആ സ്ക്രീനിൽ അവരുടെ അഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാവുന്നതാണ്. ലീല ഇലക്ട്രിക് പവർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പാമ്പാക്കുട, എറണാകുളത്ത് പിറവത്തിന് അടുത്താണ് ഇവരുടെ ഫാബ്രിക്കേഷൻ യൂണിറ്റും പൗഡർ കോട്ടിംഗ് ഡിവിഷനും എല്ലാം വരുന്നത്. ഇവർ ഈ എക്സിബിഷനിൽ 2 സ്റ്റാൾ സജ്ജീകരിച്ചിരുന്നു. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള തരത്തിൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. IEC 61439 പ്രകാരമുള്ള പാനലുകൾ, അത് ഗ്ലാസ് ഡോർ ഉള്ളതും ഗ്ലാസ് ഡോർ ഇല്ലാത്തതും, അങ്ങനെ 2 ടൈപ്പ് ഇവിടെ അവർ പ്രദർശിപ്പിച്ചിരുന്നു. IEC 61439 എന്ന് പറയുമ്പോൾ 13 സേഫ്റ്റി പോയിൻറ്റ്സ് ഉണ്ട്. അതെല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് ടൈപ്പ് ടെസ്റ്റ് ചെയ്ത് ഉള്ള പാനലുകളാണ്. ഈ ലീല ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ കമ്പനി അവർ ABBയും L&Tയുമായിട്ട് ചാനൽ പാർട്ട്ണർഷിപ്പുള്ള ഒരു ടീമാണ്. അതായത് ABBയുടെ ആയാലും L&Tയുടെ ആയാലും അവരുടെ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ അവർ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പാനൽ ഉണ്ടാക്കുകയും അവർ കൊടുക്കുന്ന ട്രേഡ് നെയിമിൽ തന്നെ അത് വിൽക്കുകയും ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതാത് കമ്പനി അല്ലെങ്കിൽ L&T അല്ലെങ്കിൽ ABB അവർ ഇത് ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും.
ഈ L&Tയുടെ പാനലിൻ്റെ അവരുടെ കൊടുത്തിരിക്കുന്ന ട്രേഡ് നെയിം എനർസിസ് എന്നാണ്. അതുപോലെ ABBയുടേത് R2K വിത്ത് ഗ്ലാസ് ഡോർ. ഇതിൽ വളരെ അട്രാക്റ്റീവായിട്ട് പറയുവാനുള്ള ഒരു കാര്യം, ഇവർ ഈ പറയുന്ന L&Tയുടെ എനർസിസ് എന്ന് പറഞ്ഞ ഒരു പാനൽ അവർ സ്മാർട്ട് പാനലാക്കിയിട്ടുണ്ട്. അതായത് അതിൽ HMI ആഡ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പാനൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ കാണാം. അതിൽ ടച്ച് സ്ക്രീനാണ്. അതിൽ നമുക്ക് ഓരോ സർക്യൂട്ടുകളും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അത് സ്കെമാറ്റിക് ഫുള്ളായിട്ട് കാണാം. അതിൽ ഇൻകമർ ആണെങ്കിൽ ഇൻകമർ ഓണാക്കാം. അതല്ല ഒരു ഔട്ട് ഗോയിങ് സർക്യൂട്ട് ഓണാക്കണമെങ്കിൽ അങ്ങനെ ഓണാക്കാം. അത് ഫുള്ളി കൺട്രോൾഡ് ആണ് ആ മോണിറ്റർ വഴി. ഇതിലെ മറ്റൊരു പ്രത്യേകത, ഈ പാനലിനെ അല്ലെങ്കിൽ ഈ മോണിറ്ററിൽ വരുന്ന ഈ സിഗ്നലിനെ നമുക്കൊരു ലാപ്ടോപ്പുമായിട്ടൊരു ടാബുമായിട്ട് നമുക്ക് മിറർ ചെയ്യുവാൻ പറ്റും. മിറർ ചെയ്യുന്നത് വഴി നമുക്ക് ആ ലാപ്ടോപ്പിലൂടെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യുവാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസ് റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പാനലിനെ കൺട്രോൾ ചെയ്യാം. അതിനൊരു ഡെസിഗ്നേറ്റഡ് പേഴ്സണെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്ത് ആ പുള്ളി അവിടെ ഇരുന്ന് ആ പാനലിൻ്റെ കൺട്രോളിങ് ഇതുപോലെ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കാം. നമ്മുടെ ആ സിസ്റ്റം മൊത്തം നമുക്ക് ഇതുവഴി ഇതുപോലെ HMI ആഡ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കുവാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്തതിൻ്റെ കംപ്ലീറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് എടുക്കുവാനും പറ്റും, കൺട്രോൾ ചെയ്യുവാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇവരുടെ സ്റ്റോളുകൾ. പിന്നെ ഇതുകൂടാതെ നമുക്കൊരു 11 kV പാനലും അതിൽ അവർ കാണിച്ചിരുന്നു. നമുക്കിപ്പോഴേ പുതിയൊരു നിയമമുണ്ടല്ലോ, പുതിയ റെഗുലേഷൻ അനുസരിച്ച് 11 kV കൺസ്യൂമർ ആണെങ്കിൽ അതിൻ്റെ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞിട്ടൊരു 11 kV ബ്രേക്കർ വേണമെന്നുണ്ട്. അവിടെ ഈ കാണുന്ന പാനൽ നമുക്ക് അനുയോജ്യമായിട്ട് എടുക്കുവാൻ പറ്റും. അതുകൊണ്ട് അവരൊരു 11 kV VCB വെച്ചിട്ട് ഒരു 11 kV പാനലും അവർ എക്സിബിറ്റ് ചെയ്തിരുന്നു. ഇതാണ് ഈ പറയുന്ന എനർസിസ് എന്ന് പറയുന്ന പാനൽ. ഇതിൽ ആ സ്ക്രീൻ കാണാമല്ലോ ഇപ്പോൾ. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിതിനെ ഫുള്ളി കൺട്രോൾ ചെയ്യാം. അതിൻ്റെ ഔട്ട്ലെറ്റ്സൊക്കെ കാണുന്നുണ്ടല്ലേ. എനർസിസ്, അവിടെ സ്ക്രീൻ നോക്കിയാൽ മതി. എനർസിസ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന അതിൻ്റെ പേര്. ഞാൻ പറഞ്ഞതിൽ L&Tയുടെ അവരുടെ ഡിസൈൻ അനുസരിച്ച് അവരുടെ പ്രോഡക്റ്റായിട്ട് ഇവരുണ്ടാക്കുകയാണ്. അപ്പോൾ ഇവർക്കത് സെല്ല് ചെയ്യുവാൻ പറ്റും. ഇത് ഗ്ലാസ് ഡോർ ഇല്ലാത്ത മറ്റൊരു പാനലാണ്. ഇത് L&Tയുടെ തന്നെയാണ്. L&T സ്വിച്ച് ഗിയറിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ 11 kV പാനലാണ് ഈ ഇരിക്കുന്നത്, ഒരു VCB വെച്ചുള്ളത്. ഇതിൽ നമുക്ക് ആ മോണിറ്ററിലൂടെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. നോക്കിക്കേ, മോണിറ്ററിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ പറ്റും. ടച്ച് ചെയ്യുമ്പോൾ ആ ഓരോ സർക്യൂട്ട് നമ്മളെവിടെ ടച്ച് ചെയ്യുന്ന കണ്ടില്ലേ, വർക്ക് ചെയ്ത് കണ്ടില്ലേ, അതനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്റിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇതുകൂടാതെ ABBയുടെ പാനലുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അത് ABBയുടെ പാനലുകളാണ്. ഗ്ലാസ് ഡോറുള്ള പാനൽ. ABBയുടേത് ഗ്ലാസ് ഡോർ ഉള്ളത് തന്നെയാണ്. ആ തരത്തിലാണ് അവരുടെ ഡിസൈൻ പോകുന്നത്. അതും ഈ പറയുന്ന 61439 13 സേഫ്റ്റി പോയിൻറ്റ്സ് ഉള്ളത്, അത് വെച്ച് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണിത്. ടൈപ്പ് ടെസ്റ്റഡ് ആയിട്ടുള്ളത്. ഇതാണ് ABBയുടെ പാനൽ. ഈ കാണുന്നതാണ് ABBയുടെ ഗ്ലാസ് ഡോറുള്ള പാനൽ. അപ്പോൾ ഇതൊക്കെയാണ് ലീല ഇലക്ട്രിക്കലിൻ്റെ സ്റ്റോളിനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ. ഇവരുടെ ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ദയവായി അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ്. ഈ ഇലക്ട്രിക് വേൾഡ് 2024 ബന്ധപ്പെട്ട് ഇനിയും എനിക്ക് 2-3 വീഡിയോ ചെയ്യാനുള്ള കണ്ടൻ്റ് ഉണ്ട്. അതായത് CT സംബന്ധിച്ച്, അതായത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ സാധാരണ ട്രാൻസ്ഫോമേഴ്സ്, കേബിള്, വയറ്, ജനറേറ്റർ, ഇങ്ങനെ പല സ്റ്റോളുകളും സംബന്ധിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുവാനുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാനത് പ്ലാൻ ചെയ്ത് ഷെയർ ചെയ്യാം. ദയവായി സഹകരിക്കുക. എൻ്റെ ഈ ചാനലിൽ ഇതുപോലെ ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.